പൊതുമേഖലാ ബാങ്കിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ വിതരണം നടത്തി. SBI തിരുവല്ല റീജിയണലിന്റെ ആഭിമുഖ്യത്തിൽ റാണി പുതുമൺ ഓൾഡ് ഏജ് ഹോമിൽ ധനസഹായ വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. SBI തിരുവല്ല റീജിയണൽ മാനേജർ പ്രവീൺ ഫിലിപ്പ് മുഖ്യാതിഥിയായി. ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് SBI. സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ടാണ് അത് യഥാർത്ഥ കാര്യങ്ങളിലേക്ക് അതിന്റെ CSR ഫണ്ട് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് ഇതിന് ഉദ്ഘാടനമായിട്ട് എത്തിയുള്ള പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ സാറാണ്. സാർ, എങ്ങനെയാണ് ഈ ബാങ്കിന്റെ ഈ പ്രവർത്തനം കാണുന്നത്? വളരെ മാതൃകാപരമായിട്ടൊരു പ്രവർത്തനമാണ്. കാര്യം CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിന്റെ ഒരു നീഡ് അനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് SBI എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ ഓൾഡ് ഏജ് ഹോം, പലതരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമിൽ ഒരു വാട്ടർ പ്യൂരിഫയറും അതുപോലെ ഒരു വാഷിംഗ് മെഷീനും ഒരു സംഭാവന ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച്, സൂപ്രണ്ടിനോട് സംസാരിച്ച് അവരുടെ എന്താണ് ആവശ്യമെന്ന് കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു നീഡാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പോലും അവരുടെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഇന്റർവെൻഷൻ സഹായിക്കും എന്നാണ് വിചാരിക്കുന്നത്. തന്നെ സാറ് പറയുണ്ടായി, പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏകദേശം 50 ലക്ഷം അരക്കോടി രൂപയുടെ ഒക്കെയാണ് ഓൾഡ് ഏജ് ഹോം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, പിന്നെ വനിതകൾക്ക് സൈക്കിള്, അതിപ്പോ ആ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ സാറാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും നമ്മൾ CSR ഫണ്ട് എന്ന് പറഞ്ഞ സാധനം പലരും നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ നീഡ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന വളരെ കുറേ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ SBI ഒരു വലിയൊരു മാതൃകയാണ് ആ കാര്യത്തിൽ. കാര്യം ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് മോസ്റ്റ് റിക്വയർമെന്റ്, അതുപോലെ ഗവൺമെന്റിന്റെ പല ഇന്റർവെൻഷൻസും അതിനെ ഒരു ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനുമാണ് ഇവരുടെ ഇന്റർവെൻഷൻ സഹായിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ അടഞ്ഞു പോകുന്ന വീടുകളും ഈ പ്രായമായിട്ടുള്ള സാർ ഇപ്പോൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അതുകൂടെ സാർ ഉറപ്പെടുത്തി. അതെ, തീർച്ചയായിട്ടും. കാര്യം വെച്ചാൽ ഞാൻ ഇപ്പം ഇത്തവണ പോലും നമ്മുടെ ഇലക്ഷന്റെ ഡേറ്റ എടുത്തപ്പോൾ പോലും കണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 50+ ആളുകളുള്ള ഒരു ജില്ലയാണെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതിൽ പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ വീടുകളെല്ലാം അടഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള പലപ്പോഴും ഈ കുട്ടികളെല്ലാം പുറത്താണ്. അപ്പൊ മാതാപിതാക്കളുടെ മുതിർന്ന പൗരന്മാരുടെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ ഇനിയും കൂടുതൽ ഓൾഡ് ഏജ് ഹോമിന്റെ നീഡും കാര്യങ്ങളും ഇപ്പൊ റിട്ടയർമെന്റ് ഹോമുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരം സമയത്ത് അവരുടെ ഒരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഇതുപോലത്തെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഹെൽപ്പ് ചെയ്യാനാണ് SBI ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ തീർച്ചയായും ഒരു നന്ദി അവരവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.